കർണാടക രാഷ്ട്രീയം കലങ്ങി മറയുന്നു. സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വങ്ങൾ തുടരവെ കോൺഗ്രസ് ജെഡിഎസ് എംഎൽഎമാരെ ബംഗളൂരുവിൽ നിന്ന് മാറ്റി. എംഎൽഎമാരെ ഹൈദരാബാദിലേക്കോ പുതുച്ചേരിയിലേക്കോ മാറ്റിയതായാണ് സൂചന. ജെഡിഎസ് എംഎൽഎമാർ ഒരേ കേന്ദ്രത്തിലേക്കെന്ന് കുമാരസ്വാമി. All are traveling in the bus. All MLAs, they will be stay unitedly. They will going to stay in the same place. ಪಾಂಡಿಚೇರಿಗೆ ಕರ್ಕೊಂಡು ಹೋಗ್ತಕ್ಕಂತ ಒಂದು ತೀರ್ಮಾನ ಮಾಡಿ ಅಲ್ಲಿ ಎಲ್ಲ ರೀತಿಯ ವ್ಯವಸ್ಥೆಗಳನ್ನು ಮಾಡಿದ್ದೇವೆ. ಯಾವುದೇ ರೀತಿಯ ಇಲ್ಲ, ಈಗಾಗಲೇ ತೀರ್ಮಾನ ಆಗಿದೆ. ಎಲ್ಲ ಅಲ್ಲಿ ಪಾಂಡಿಚೇರಿನಲ್ಲಿ ಕಾಂಗ್ರೆಸ್ ಗವರ್ಮೆಂಟೇ ಇರತಕ್ಕಂಥದ್ರಿಂದ ಎಲ್ಲರೂ ಅಲ್ಲಿಗೆ ಹೋಗ್ತಕ್ಕಂಥ ನಿರ್ಧಾರ ಮಾಡಿದ್ದಾರೆ. ബാംഗ്ലൂരുവിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, എംഎൽഎമാരെ എങ്ങോട്ടാണ് മാറ്റിയത് എന്ന കാര്യത്തിൽ, എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ? വിശദാംശങ്ങൾ. ഏതായാലും ഇന്നലെ രാത്രി ഏറെ നേരം നീണ്ട അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് എംഎൽഎമാരെ ബംഗളൂരുവിലെ റിസോർട്ടിൽ നിന്ന്, ബാംഗ്ലൂരിന് 30 കിലോമീറ്റർ അകലെയുള്ള ഈഗിൾട്ടൺ റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. നമ്മളോട് നേരത്തെ കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിച്ചിരുന്നത് കേരളത്തിലേക്കാണ് പോകുന്നത് എന്ന രീതിയിലായിരുന്നു. പിന്നീട് മാറി പറഞ്ഞു. പുറത്തു വന്ന കുമാരസ്വാമി ഇവരെ പുതുച്ചേരിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഇവരുടെ വാഹനം ഹൈദരാബാദ് റൂട്ടിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന രീതിയിലാണ്. പക്ഷേ കേരളത്തിലേക്ക് ഇവരെ കൊണ്ടുവരാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. ഒപ്പം പുതുച്ചേരിയും പരിഗണനയിലുണ്ട്. ഏതായാലും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും കർണാടകയിലെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അല്പസമയം കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൃത്യമായ ഒരു എങ്ങോട്ടാണ് ഇവർ വരിക എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു സൂചന ലഭിക്കുകയുള്ളൂ. ഏതായാലും ഇന്നലെ രാത്രി നമുക്കറിയാം, വ്യോമയാന മന്ത്രാലയം ഇവർക്ക് ഇത്തരത്തിൽ പുറത്തേക്ക് പോകുന്നതിൽ അനുമതി നിഷേധിച്ച അടക്കം ചില കാര്യങ്ങൾ അത് വളരെ ശ്രദ്ധേയമായിരുന്നു. കേന്ദ്രത്തിന്റെ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും തുടർന്ന് ഇവർക്ക് നേരത്തെ 3 വിമാനങ്ങൾ ചാർട്ടർ ചെയ്ത് ഇവരെ വിമാനമാർഗം കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയും ചെയ്ത ഒരു സവിശേഷമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വ്യോമയാന മന്ത്രാലയം ഇടപെട്ട് ഇത് റദ്ദാക്കുകയും തുടർന്നാണ് ഇവരെ ബസ്സിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. ഏതായാലും ഇന്നലെ രാത്രി വൈകി ഏതാണ്ട് 11-11:30 മണിയോടുകൂടിയാണ് ഇവരെ റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത്. തുടർന്നാണ് ഇത്തരത്തിൽ ബസ് മാർഗം ഇവരെ കൊണ്ടുപോയത്. അപ്പോഴും അനിശ്ചിതത്വം തുടരുകയായിരുന്നു ഇവരെങ്ങോട്ടാണ് പോകുന്നത് എന്ന രീതിയിൽ. പക്ഷേ കുമാരസ്വാമി പറഞ്ഞത് പുതുച്ചേരിയാണെങ്കിൽ ഹൈദരാബാദ് എന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം കേരളത്തിലെ സാധ്യതകളും തള്ളിക്കളയാനാവില്ല. കേരളത്തിലെ എറണാകുളത്തെ ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ ഇവർക്കായി ഏതാണ്ട് 150ഓളം മുറികൾ ബുക്ക് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജോസ് തെറ്റയിൽ അടക്കമുള്ള ജനതാദളിന്റെ നേതാക്കൾ, മാത്യു തോമസ് മിനിസ്റ്റർ അടക്കമുള്ള ജനതാദൾ നേതാക്കൾ എയർപോർട്ടിൽ ഇവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ പൊടുന്നനെയാണ് തീരുമാനം മാറ്റുകയും കേരളത്തിലേക്കാളും സുരക്ഷിതത്വം ഒരുപക്ഷെ പുതുച്ചേരിയിലായിരിക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. എന്തായാലും ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട. രഞ്ജിത്ത്, അതേസമയം കർണാടക സർക്കാരിന്റെ ഭാവിയിലെ നിർണായക തീരുമാനവും ഇന്നെടുക്കും. കാരണം യെദ്യൂരപ്പ ഗവർണർക്ക് നൽകിയ 2 കത്തുകളും ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. അതായത് ധന്യ, ചടുലമായ നീക്കങ്ങൾ തന്നെ കോൺഗ്രസിന്റെയും ദളിന്റെയും ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം യെദ്യൂരപ്പ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും, ഒന്ന് ഈഗിൾട്ടൺ റിസോർട്ടിന്റെ സുരക്ഷ പിൻവലിക്കുക, ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരെ നേരത്തെ സിദ്ധരാമയ്യക്ക് വിശ്വസ്തരായ 3 IPS ഓഫീസർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള സുരക്ഷ പിൻവലിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഇതൊക്കെ ജനതാദൾ എസിനെയും ഒപ്പം കോൺഗ്രസിനെയും അമ്പരപ്പിച്ചിരുന്നു. ഇത് തുടർന്നാണ് എത്രയും പെട്ടെന്ന് MLAമാരെ ഇവിടെ നിന്ന് മാറ്റുക എന്ന രീതിയിലേക്ക് പോകുന്നത്. ഇന്ന് 10:30ക്കാണ് ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. പ്രധാനമായും 2-3 കാര്യങ്ങൾ, ഗവർണറുടെ വിവേചനാധികാരം സംബന്ധിച്ച അടക്കം, ഒപ്പം ആംഗ്ലോ ഇന്ത്യൻ MLA നാമനിർദ്ദേശം ചെയ്ത അടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ഒപ്പം യെദ്യൂരപ്പ നേരത്തെ ഗവർണർക്ക് ഹാജരാക്കിയ ഭൂരിപക്ഷം ഉണ്ടായെന്ന് അവകാശപ്പെട്ട് ഹാജരാക്കിയ കത്തും അവിടെ സമർപ്പിക്കേണ്ടി വരും. ഒപ്പം യെദ്യൂരപ്പയുടെ ഒപ്പം നിൽക്കുന്ന MLAമാരുടെ ഒരു വിശദാംശങ്ങളും കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഇന്ന് ഈ 24 മണിക്കൂർ മുഖ്യമന്ത്രിയായി യെദ്യൂരപ്പ തുടരുമോ എന്ന കാര്യത്തിൽ, യെദ്യൂരപ്പ അത്തരത്തിൽ മാത്രം മാറുമോ എന്ന കാര്യത്തിൽ കോടതിയുടെ ഭാഗത്ത് തീരുമാനമുണ്ടാകും. ഏതായാലും വളരെ നിർണായക ദിവസമാണ് കർണാടക രാഷ്ട്രീയത്തിൽ. ഏതായാലും BJP ക്യാമ്പ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ അല്പം അങ്കലാപ്പിലാണ്. അവർ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല. 3 MLAമാരെ മറുകണ്ഠം ചാടിക്കാൻ കഴിഞ്ഞു എന്ന അവകാശവാദം അവർക്കുണ്ട്. അക്കാര്യത്തിലും സ്ഥിരീകരണമായിട്ടില്ല. ഈ MLAമാർക്കൊപ്പം ആരൊക്കെ പോയിട്ടുണ്ട്,
എന്ന കാര്യം, എത്ര MLA-മാർ പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ല. അതുകൊണ്ട് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടാൽ അവിടെ ആയിരിക്കും ഇനി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരിക. ഏതായാലും കർണാടക രാഷ്ട്രീയമാണ്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ അവിടെ എന്തും സംഭവിക്കാം. ഒരുപക്ഷെ 19 MLA-മാരെ ഹാജരാക്കാതിരുന്നാൽ, സഭയിൽ ഹാജരാക്കാതിരുന്നാൽ തൽക്കാലം 6 മാസത്തേക്ക് യെദ്യൂരപ്പയ്ക്ക് കർണാടകം ഭരിക്കാം. ഏതായാലും കോടതിയുടെ തീരുമാനം അന്തിമമാണ്. ഇക്കാര്യത്തിലൊക്കെ കോടതി ഇതിനൊരു തീരുമാനമെടുക്കും. എന്ന് ഈ ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയത്തെ നേരിടണം എന്ന് ഭൂരിപക്ഷം തെളിയിക്കണം. അതോ നേരത്തെ ഗവർണർ നൽകിയപ്പോൾ 2 ആഴ്ച സമയം യെദ്യൂരപ്പയ്ക്ക് നൽകുമോ? തുടർന്ന് നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക്. ശരി, രഞ്ജിത്ത് തുടരുക. ഇപ്പോൾ വാളയാറിൽ നിന്ന് രാഹുൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. രാഹുലിനെ കേരളത്തിലേക്ക് എത്തും എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയായിട്ടില്ല. എത്താൻ സാധ്യതയുണ്ടെന്നാണോ നമുക്ക് ചെക്ക് പോസ്റ്റിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്? വിവരങ്ങൾ. തീർച്ചയായും തന്നെ അതിന്റെ ഭാഗമായി തന്നെ ഇവിടെ പോലീസിന്റെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ ഇന്നലെ ഈ വാർത്ത കേരളത്തിലേക്ക് എത്തിയേക്കുമെന്ന് സൂചന ലഭിച്ച ഉടൻ തന്നെ വാളയാർ മേഖലയിൽ പോലീസിന്റെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴും ഇതിലൊരു വ്യക്തതയില്ലെങ്കിലും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചിലപ്പോൾ വന്നേക്കാമെന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോഴും പോലീസ് അവിടെ വാളയാർ മേഖലയിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ കോൺഗ്രസ് MLA-മാർ കേരളത്തിലേക്ക് എത്തിയേക്കില്ല എന്നൊരു വിവരം ലഭിച്ചിരുന്നു. വാളയാറിലെ പരിശോധന അതിന് ശേഷമാണോ പരിശോധന തുടങ്ങിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ രാത്രി മുതൽ തന്നെ അവിടെ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ MLA-മാർ കേരളത്തിലേക്ക് എത്തിയേക്കുമെന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് വാളയാർ മേഖലയിൽ പോലീസിന്റെ സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത് തന്നെയാണ്. ശരി രാഹുൽ. രഞ്ജിത്തിലേക്ക് ഒന്നുകൂടി. രഞ്ജിത്ത്, ബാംഗ്ലൂരിൽ ഇന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് കൂടിയുണ്ട്. എപ്പോഴായിരിക്കും മാർച്ച് സംഘടിപ്പിക്കുക? വിവരങ്ങൾ. ഇപ്പോൾ 11:30 മണിക്കാണ് ധന്യ ഈ മാർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ കർണാടകയിലെ പ്രത്യേക സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു മാർച്ചുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇന്നലെ ഈ MLA-മാർ ഇവിടെ ഈ വിധാൻ സൗധയ്ക്കകത്തെ ഗാന്ധി പ്രതിമയ്ക്കുള്ളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. അപ്പോഴും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇന്നും ഗുലാം നബി ആസാദ് അടക്കം ഉള്ള കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യത്തിലായിരിക്കും ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുക. അത് 11:30 മണിക്കാണ് ഇപ്പോൾ അവർ നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇതിനൊക്കെ കോടതിയുടെ ഒരു തീർപ്പ് വരേണ്ടതുണ്ട്. ഒരുപക്ഷെ കുമാരസ്വാമിയെ ഇത്തരത്തിൽ യെദ്യൂരപ്പയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു കോടതി ഉത്തരവ് വന്നാൽ ഈ ഒരു പ്രതിഷേധത്തിനൊക്കെ പ്രസക്തി ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കണ്ണുകൾ ദില്ലിയിലേക്കാണ്. അവിടെ സുപ്രീം കോടതിയിൽ എന്ത് നടക്കുന്നു എന്ന് തന്നെയാണ് ദേശീയ രാഷ്ട്രീയവും ഇന്ന് പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. ഈ സുപ്രീം കോടതിയിലെ എന്തൊക്കെ നടക്കും എന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ അധികാരമടക്കമുള്ള കാര്യങ്ങളിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഇതൊക്കെ വളരെ നിർണായകമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. യെദ്യൂരപ്പയ്ക്ക് അത്ര ആശ്വാസകരമായ കാര്യങ്ങളല്ല നടക്കുന്നത് എന്ന് തന്നെയുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ കോടതിയിൽ നിന്ന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിധിക്കായി കാത്തുനിൽക്കുകയാണ്. യെദ്യൂരപ്പ രാവിലെ ക്ഷേത്ര ദർശനമടക്കം നടത്തുന്നുണ്ട്. അദ്ദേഹവും വളരെ ആശങ്കയിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രതീക്ഷിച്ചത്ര MLA-മാരെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ നിർണായകമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ BJP ക്യാമ്പുകളിൽ ആശങ്കയുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി വൈകി വരെ BJPയുടെ ബംഗളൂരു ഓഫീസിലുണ്ടായിരുന്നു. അവിടെ പ്രകാശ് ജാവദേക്കർ അടക്കം അകത്തിരുന്ന മുതിർന്ന നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ സംസാരിച്ച് ചില കാര്യങ്ങൾ അവർ ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എത്രയൊക്കെ ആയാലും BJPക്ക് എത്ര കണ്ട് ഈ MLA-മാരെ തങ്ങളുടെ ഭാഗത്ത് എത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കകൾ നിലനിൽക്കുകയാണ്. രഞ്ജിത്ത്, അതുപോലെ നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ വാളയാറിൽ ഇപ്പോഴും സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. ചെക്കിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് കേരളത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളതുപോലെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ കേരളത്തിലേക്ക് MLA-മാർ വരാൻ ഇനി എത്താൻ സാധ്യതയുണ്ടോ? അക്കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തമായി ഒന്നും പറയാൻ കഴിയില്ല തന്നെയാ. പ്രത്യേകിച്ചും നേരത്തെ ഇന്നലെയൊക്കെയുള്ള അവസാന നിമിഷം ഇവരുടെ അനുമാനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ കൂടുതലാണ്. മാധ്യമപ്രവർത്തകർ ഈ MLA-മാരുടെ ചുറ്റും കൂടാനുള്ള സാധ്യതയുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ തേടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിലും കുറച്ചുകൂടി പുതുച്ചേരി അല്ലെങ്കിൽ ഹൈദരാബാദ് അങ്ങനെയാണ് തീരുമാനമുണ്ടായത്. അത്തരത്തിൽ തീരുമാനിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പുതുച്ചേരിയോ ഹൈദരാബാദോ ആയിരിക്കും അവർ തെരഞ്ഞെടുക്കുക. ഏതായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ഇടപെട്ട് MLA-മാർക്ക് പൂർണ്ണ സുരക്ഷ നൽകും. നമുക്കറിയാം, JDS കേരളത്തിലെ ഭരണകക്ഷിയുടെ ഭാഗമാണ്. മാത്യു ടി തോമസ് അവരുടെ മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സുരക്ഷിതത്വം കിട്ടാൻ സാധ്യതകൾ കൂടുതലുണ്ട്. പോലീസ് സംവിധാനം ഒക്കെ കുറച്ചുകൂടി വിജിലന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതകളും തേടുന്നുണ്ട്. പുതുച്ചേരിയും ഹൈദരാബാദും ഒക്കെ അവർക്ക് വളരെ
ഈ പറഞ്ഞതുപോലെ സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് ഹൈദരാബാദിലെ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല, MLA-മാരെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന രീതിയിൽ. ഏതായാലും വലിയ രാഷ്ട്രീയ കരുനീക്കങ്ങൾ, സമാനതകളില്ലാത്ത രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക് കർണാടകം സാക്ഷ്യം വഹിക്കുന്നു. അതിന്റെ ക്ലൈമാക്സ് ഒരുപക്ഷെ ഇന്ന് 10:30 മണിക്ക്, ക്ലൈമാക്സ് അല്ലെങ്കിൽ പോലും ക്ലൈമാക്സിന് മുമ്പുള്ള സംഭവവികാസങ്ങൾ ഇന്ന് 10:30 മണിക്ക് കോടതിയിൽ ഉണ്ടായേക്കാം. കോടതിയുടെ തീർപ്പനുസരിച്ചാവും ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുക. എന്തായാലും അതിനായി കാത്തിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയം തന്നെ. ശരിയാണ്. MLA-മാരെ കോൺടാക്ട് ചെയ്യാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്ന MLA-മാരുമായിട്ട് ഏതെങ്കിലും നേതാക്കൾ സംസാരിച്ചിട്ടുണ്ടോ? അവർക്ക് മൊബൈൽ ലഭ്യമാണോ? MLA-മാർക്കൊപ്പം ചില ദേശീയ നേതാക്കളും കോൺഗ്രസിന്റെയും JDS നേതാക്കൾ MLA-മാർക്കൊപ്പമുണ്ട്. അവർ ഈ പറഞ്ഞതുപോലെ ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഈ അസംതൃപ്തരായ MLA-മാർ മറുകണ്ഠം ചാടിയേക്കാം എന്നുള്ളത് ഏത് നിമിഷവും സംഭവിക്കാം. അതുകൊണ്ട് അവർ എങ്ങോട്ട് തിരിയും എന്ന കാര്യം അവ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കളടക്കം MLA-മാർക്കൊപ്പം ഈ ബസ്സിലുണ്ട്. അവരുമായി നിരന്തര സമ്പർക്കമുണ്ട്. MLA-മാരെ അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായും എല്ലാവരിൽ നിന്നും അകറ്റി അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്ന് അകറ്റി അങ്ങനെയല്ല. അവർക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ നീക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ നമ്മളോട് ഫോണിൽ പറഞ്ഞത്. പക്ഷെ അവരാരും നേരിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രതികരണം നൽകാൻ തയ്യാറായിട്ടില്ല. അത്തരത്തിൽ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഫോൺ വിളിക്കുന്നത് പോലും എടുക്കുന്നില്ല. നമ്മളൊരു മെസ്സേജ് അയച്ചാൽ മറുപടി തരിക, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്യുന്നത്. പൂർണ്ണമായ സുരക്ഷിതത്തിലായിരുന്നു ഈഗിൾട്ടൺ റിസോർട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വരെ. ഇത്തരത്തിൽ യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇത് ഈ സുരക്ഷ പിൻവലിച്ചതിനു ശേഷം ഈ റിസോർട്ടിലെ സുരക്ഷാ ജീവനക്കാർ പൂർണ്ണമായും അവിടെ മാധ്യമപ്രവർത്തകരെ അടക്കം ഇതിന് അകത്തേക്ക് കയറ്റാത്ത രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം തന്നെയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ. എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്, ആകാംക്ഷയുള്ള കാര്യമാണ്. ഒപ്പം ഇന്ന് സുപ്രീം കോടതിയിലെ സംഭവ വികാസങ്ങളും ഏറെ നിർണായകമാണ്. അതെ രഞ്ജൻ, ഇന്നലെ രാത്രിയോടെയാണ് ബംഗളൂരു വിട്ട കോൺഗ്രസ് JDS MLA-മാർ എവിടെയെന്ന സൂചന ലഭിക്കാത്തത്. JDS MLA-മാർ പുതുച്ചേരിയിലേക്കാണ് പോകുന്നതെന്ന് HD കുമാരസ്വാമി പറഞ്ഞെങ്കിലും യാത്ര എങ്ങോട്ടാണെന്ന് ഇപ്പോഴും കൃത്യമായി അറിവില്ല. എന്നാൽ കേരളത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത്. കാരണം വാളയാറിലെ ചെക്കിംഗ് കർശനമാക്കിയിരിക്കുന്നു, സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നു. എന്തായാലും MLA-മാർ എവിടെയാണ് എന്നുള്ള കാര്യത്തിലെ അനിശ്ചിതത്വം തുടരുകയാണ്. വിവരങ്ങളാണ് രഞ്ജിത്ത് രാമചന്ദ്രൻ നൽകിയത്.